അതെ, ഇത് രണ്ടും നിങ്ങൾ മറക്കണം, രണ്ടും നിങ്ങൾ ഇറക്കണം, രണ്ടും മനസ്സിലാക്കണം. അല്ല ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുന്നത്, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ പറയും. ഇപ്പൊ നിങ്ങൾ അതിനിടയ്ക്ക് ചെയ്ത് നിങ്ങളുടെ താല്പര്യത്തിലേക്ക് പോവാതെ ഞാൻ ഗവൺമെന്റിന് പറയാനുള്ള നിങ്ങൾ കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യും. ഞാൻ പറയാം. ഈ കാര്യത്തെ സംബന്ധിച്ചോളം കോടതി ഈ കാര്യത്തിൽ ഇത് പ്രോപ്പറാണ് എന്ന് അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അതേസമയത്ത് സംശയം കോടതി ഉന്നയിച്ചത് 2019 ഈ കൊണ്ടുപോയെ സംബന്ധിച്ച് 4 കിലോഗ്രാം ഈ വെയിറ്റ് കാണാനില്ലാത്ത പക്ഷെ അതാണ് ഉണ്ണികൃഷ്ണന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തത്. അപ്പൊ വളരെ കൃത്യമല്ലേ കാര്യങ്ങൾ. 2019 കാര്യമാണ്, അതിനുശേഷമുള്ള സംഭവങ്ങളില്ല. അപ്പോ ഈ കാര്യങ്ങൾ തെറ്റായ രൂപത്തിലേക്ക് വ്യാഖ്യാനിച്ച് ഏതോ പുതിയ സംഭവം ഇപ്പോൾ ഉണ്ടായ രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ്. അപ്പൊ നമുക്കറിയേണ്ടത് 1998 വിജയമല്യന് സമർപ്പിച്ച ഘട്ടം മുതൽ ഇതുവരെയുള്ള 2025 വരെയുള്ള മുഴുവൻ കാര്യങ്ങളും സമഗ്രമായി അന്വേഷിച്ച് കൃത്യമായി അത് വെളിയിൽ വരണം എന്ന് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. അത് കോടതിയെ അറിയിക്കും. ബഹുമാനപ്പെട്ട കോടതിയാണ് അത് സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിൽ കേസെടുത്ത് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളുമായി മുന്നോട്ട് പോകേണ്ടത്. ചോദിച്ചോ? അപ്പൊ അത് ഞാൻ പറഞ്ഞില്ല. സന്തോഷം കേട്ടോ നിങ്ങൾ. അയ്യോ, പറഞ്ഞതിലേറെ സന്തോഷം. ഏതായാലും ഞാൻ പൂർണ്ണമായി അതിനെ സ്വാഗതം ചെയ്യുന്നു. അപ്പോ നമ്മൾ പറഞ്ഞോടത്ത് എത്തിയ കാര്യം ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വന്നതിന്റെ ആ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടണമെന്ന് വിചാരിച്ച ഞാൻ പറഞ്ഞു നിങ്ങൾ പറയാൻ പറ്റും. നിങ്ങൾ ഏതായാലും ചൂണ്ടിക്കാണിച്ചത് നന്നായി, ഏറെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇത്തരം ഒരു നിലപാടിലേക്ക് വന്നു. ഈ കാര്യത്തിൽ കോടതിയിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്. ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു, ഇത് സമഗ്രമായ അന്വേഷണം നടത്തി ബാക്കിയുടെ വെളിയിൽ വരുമ്പോഴേക്ക് നമുക്ക് ഈ കാര്യത്തിൽ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാവും. 98 മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ ഒന്നൊന്നായി പുറത്തു വരട്ടെ. അപ്പൊ ആരൊക്കെയാണ് അപ്പൊ ഇത്തരം ഒരു അന്വേഷണം നടക്കരുതെന്നുള്ള ഉദ്ദേശമുള്ള ആളുകളും അതോടൊപ്പം തന്നെ മുമ്പ് കിട്ടിയ അയ്യപ്പ സംഗമത്തിന്റെ മേൽക്കൊന്ന് കെടുത്താൻ കഴിയുമെന്നതിനെ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന പരിശ്രമത്തിന്റെ രൂപത്തിലേക്കുമാണ് ഇത് കടന്നു വന്നത്. അതാണ് ഞങ്ങൾ പറഞ്ഞത്. തെറ്റായ രൂപത്തിൽ പ്രതിപക്ഷം ഈ കാര്യത്തെ വ്യാഖ്യാനിച്ചു, തെറ്റായ രൂപത്തിൽ പ്രചരിപ്പിക്കുന്നു, അടിസ്ഥാനരഹിതമായ രൂപത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു. അത് കൃത്യമായി ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടലിലൂടെ പുറത്തു വരട്ടെ. നമ്മൾ സന്തോഷപൂർവ്വം കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു. നല്ല അന്വേഷണം നടക്കട്ടെ, അതുമായി പൂർണ്ണമായും സഹകരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ 2019 കൊണ്ടുപോയ ആ സ്വർണമുണ്ടോ ഇതുണ്ടോ എന്നൊക്കെയുള്ള തർക്കം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ കോടതി പരിശോധിക്കാനാണ് പറഞ്ഞത്. അപ്പൊ മുഴുവൻ പേര് വിളി ഇപ്പൊ ഇവരുടെ ഇന്റർനെറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ബഹുമാനപ്പെട്ട കോടതി ഈ ഉത്തരവ് വിട്ടത്. ഇത് നമ്മൾ ആഗ്രഹിച്ചത്, ഇത് നമ്മൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ല, നമുക്ക് കൃത്യമായി ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അന്ന് ഈ വിജയമല്യ കൊടുത്തതിൽ സ്വർണം പൂശിയിട്ടുണ്ടെന്നുള്ളത് പലരും സാക്ഷ്യപ്പെടുത്തതായി പല വാർത്തകൾ വരുന്നുണ്ട്. നമുക്ക് നേരിട്ടറിയില്ല, വാർത്തകളാണ്. പക്ഷേ ദേവസ്വം ബോർഡ് സെക്രട്ടറി കൊടുത്തതിനകത്ത് ഇങ്ങനെ, പക്ഷേ ദേവസ്വം ബോർഡ് എടുത്തിരിക്കുന്ന തീരുമാനം പ്രോപ്പറാണ്. കൊടുത്തപ്പോൾ എന്താ രേഖപ്പെടുത്തി നമുക്കറിയില്ല. ബോർഡ് എടുത്തിരിക്കുന്നത് ശാസ്ത്രീയമായ പരിശോധനയുടെ ഈ പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി കൊടുക്കണമെന്നാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വിശദീകരണത്തിൽ മനസ്സിലാകാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സൂചിപ്പിച്ച പോലെ അത് പരിശോധിക്കണം. എങ്ങനെയാണ് ഈ സെക്രട്ടറിയുടെ ഉത്തരവിൽ ഇത് വന്നത് എന്ന കാര്യം കൂടി ഈ അന്വേഷണം, അതുകൊണ്ടാണ് സമഗ്ര അന്വേഷണം വേണമെന്ന് നമ്മൾ പറഞ്ഞത്. അതെ, അതെല്ലാം കൃത്യമായി ഇപ്പോഴത്തെ കാര്യങ്ങൾ മാത്രമല്ല, അന്ന് പൊതുമരാമത്ത് വകുപ്പാണ് ഇത് സമർപ്പിക്കുന്ന ഘട്ടത്തിൽ ഇതെല്ലാം രേഖപ്പെടുന്നത്. ഇപ്പോഴാണ് അത് ദേവസ്വം കോടതിയുടെ നിർദ്ദേശത്തോടു കൂടി 2023 ശേഷമാണ് കോടതി നേരിട്ട് ഇതിലെല്ലാം ബന്ധപ്പെടാൻ പറയും. സ്വർണ്ണപ്പള്ളിയുടെ കാര്യത്തിൽ പോലും നിയന്ത്രണം നിർദ്ദേശിക്കപ്പെട്ടത് അന്ന് പൊതുമരാമത്ത് വകുപ്പാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ആ മിനിറ്റ്സ് ഉൾപ്പെടെ പോയി ഒരു പരിശോധിക്കണം. അതുകൊണ്ടാണ് ഈ സമഗ്ര അന്വേഷണം വേണമെന്ന് ഞാൻ പറഞ്ഞത്. അതെ, അതാണ് ഞാൻ ആദ്യം നിങ്ങൾ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇത് ഒളിപ്പിച്ച വശം തന്നെ പരാതിക്കാരനായി വരുന്നു. അതാണ് ഇതിനകത്ത് രസം. ആരാണ് ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനക്കാരൻ? അതെ, അതും ആഗോള അയ്യപ്പ സംഘം നടക്കാൻ 3 ദിവസം മുമ്പ്, അതായത് കൃത്യമായി ഡേറ്റ് പറഞ്ഞു. ആഗോള അയ്യപ്പ സംഘം നടന്നത് സെപ്റ്റംബർ മാസം 20. ഇത് ഉന്നയിക്കപ്പെട്ട ദിവസം സെപ്റ്റംബർ മാസം 17.
അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഭംഗിയോടുകൂടി ശോഭയോടുകൂടി നടക്കാൻ പോകുന്നു എന്ന പ്രതീതി വരികയും അത് വിജയകരമാക്കരുത് എന്ന ആത്യന്തികമായ ലക്ഷ്യം വരികയും ചെയ്തപ്പോൾ ഉള്ള ഒരു സമർത്ഥമായ നീക്കം. അതുകൊണ്ടാണ് ഗൂഢാലോചന ഉണ്ടോ എന്ന് സംശയിക്കുന്നു എന്ന് പ്രസിഡന്റ് പറഞ്ഞതും ഞാൻ പറഞ്ഞതും ഒക്കെ ഞാനും നേരത്തെ ഈ വിഷയം പറഞ്ഞിരുന്നു. അതിലൊരു ഗൂഢാലോചന ഉണ്ടോ ന്യായമായി ഞങ്ങൾ സംശയിച്ച അതിൽ തെറ്റു പറയാനില്ലല്ലോ. ബോർഡ് 98 ഈ സ്പോൺസർ വന്നപ്പോൾ ഏതാണ്ട് 40 അയാൾ കുറെ എനിക്ക് ഈ ഉണ്ണികൃഷ്ണൻ കോച്ചി ടി വി കൊണ്ടൊക്കെ ഉള്ളല്ലാതെ അല്ല, അതിനു മുമ്പ് തന്നെ അയാൾ ഈ ശബരിമലയിൽ അയാൾ ശാന്തിയുടെ സഹായിയായിട്ടോ പലരും ഇതൊക്കെ ആയിട്ടോ ഒക്കെ നിൽക്കുന്ന ഒരു രൂപം പല രൂപത്തിൽ അവിടെ ഭക്തരെ വരുന്ന സമയത്ത് ഇങ്ങനൊരു സഹായമൊക്കെ കിട്ടിയാൽ പലരും അത് സ്വീകരിക്കുമല്ലോ. അങ്ങനെ സഹായിയായി പലരുടെയും കൂടെ കൂടി ഈ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഇപ്പോൾ ചില ആൾ പറയുന്നത് ഇയാൾ ഈ ഇവിടുന്ന് ഓരോ വർഷവും പിരിയുന്ന മേൽശാന്തിമാരെ തന്നെ പൂജയ്ക്കൊക്കെ സ്ഥലത്ത് എത്തിക്കുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ ഇവരെ പല രൂപത്തിൽ അവരുടെ സ്പോൺസർഷിപ്പ് ഇയാൾ കരസ്ഥമാക്കിയിട്ട് ഇയാൾ എത്തുന്നിടത്ത് എത്താതിരിക്കുന്ന രൂപത്തിലുള്ള ശൈലികൾ ഇതെല്ലാം ഇയാളുടെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളൊരു തെളിവാണ്. ജയറാമിന്റെ വീട്ടിൽ തന്നെ ഇത് കൊണ്ടുപോയി വെച്ച് ഈ പൂജ നടത്താൻ അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചു. അദ്ദേഹം പറഞ്ഞല്ലോ ഞാനിതൊന്നും മനസ്സിലാക്കിയിരുന്നില്ല. അപ്പൊ ആളുകളെയൊക്കെ വിഷമിപ്പിക്കുന്ന രൂപത്തിലേക്കായിരുന്നു ഇയാളുടെ ഇത്തരത്തിലുള്ള ഇടപെടലെല്ലാം പോയിട്ടുള്ളതെന്ന് ഇപ്പൊ വന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആയാലും നമുക്കത് കൃത്യമായി അറിയണം ഈ കാര്യം. അതുകൊണ്ടാണ് ഈ സമഗ്ര അന്വേഷണം ഞാൻ പറഞ്ഞത്. അല്ല, അത് പരിശോധിക്കട്ടെ. ഞാനിപ്പം പത്മകുമാറിനും ആരെയെങ്കിലും ഇതിനകത്ത് കുറ്റക്കാരനായി നമ്മൾ കൃത്യമായി പരിശോധിക്കട്ടെ. ആരുടെ കുറ്റമുണ്ടെങ്കിലും തെളിയട്ടെ. അവർ വിശദീകരിച്ചിട്ടുള്ളതും ബോർഡിന്റെ മിനിറ്റ്സിൽ കാണുന്നതും അവർ പ്രോപ്പറായി തീരുമാനം എടുത്തിരിക്കും. പിന്നെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് സെക്രട്ടറി ആയിരിക്കും. അതാണ് അവർ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വീഴ്ച എന്ന രൂപത്തിൽ ചില സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ. ഒരു കാര്യം കൂടി നിങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളിലൊന്നും ഗവൺമെന്റിന് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. ദേവസ്വം വകുപ്പോ മന്ത്രിയോ ആർക്കും ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്നതിനകത്ത് ദൈനംദിന പ്രശ്നത്തിൽ ഇടപെടാനോ അധികാരവുമില്ല, അവകാശവുമില്ല. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏക സഹായം എന്ന് പറയുന്നത് അവിടെ തീർത്ഥാടനം വരുമ്പോൾ എല്ലാ വകുപ്പുകളെയും കോർഡിനേറ്റ് ചെയ്ത് സഹായിക്കുക. അവർ പുതിയ വികസന പ്രവർത്തനം നടത്തി അതിന് സഹായം ചെയ്തു കൊടുക്കുക. ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടാൽ അതിന് സമ്പത്ത് സമാഹരിച്ചു കൊടുക്കുക. ഒരു രൂപ പോലും ദേവസ്വം ബോർഡിൽ നിന്ന് ഗവൺമെന്റ് സ്വീകരിക്കാറില്ല. കൃത്യമായി അതിന്റെ രേഖ പരിശോധിച്ചാൽ 1 രൂപ വരെ. അതേസമയത്ത് അങ്ങോട്ട് ഗവൺമെന്റ് പണം കൊടുത്ത് കോവിഡ് കാലഘട്ടത്തിൽ പണം കൊടുത്ത് ശമ്പളം കൊടുക്കാൻ ആവശ്യമില്ല. വികസനത്തിന് നമ്മൾ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തുമെന്നും കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരുമെന്നുമാണ് ഇപ്പോൾ ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ നിയമസഭയിൽ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് പറയുന്നത്. RB സനൂപ് ഒരിക്കൽ കൂടി ചേർന്നു. സനൂപ്, പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയാണ് സർക്കാർ. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപിലുള്ള ടാസ്ക് എന്തൊക്കെയാണ്? ഏതൊക്കെ മേഖലകളാണ് അവർക്ക് അന്വേഷിക്കാനുള്ളത്? സനൂപ്.